മലയാളത്തിലെ പ്രമുഖ നടൻ നിവിൻ പോളിക്കെതിരെ ലൈംഗികാതിക്രമ കേസ്. 2023 നവംബറിൽ ഒരു സിനിമയിൽ വേഷം നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു നിവിൻ പോളി ദുബായിൽ വച്ച് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് നേര്യമംഗലം സ്വദേശിനിയായ പരാതിക്കാരിയുടെ പരാതി. കേരളത്തിലെ എറണാകുളത്ത് ഔദ്യോഗികമായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവിടെ നടനും മറ്റ് 5 പേർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി കേസെടുത്തു. പോലീസ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് മൊത്തം 6 പ്രതികളാണുള്ളത്. ഇത് വിപുലമായ ഗൂഢാലോചനയെ സൂചിപ്പിക്കുന്നു. കേസിൽ 6 പ്രതികളുണ്ടെന്നും ശ്രേയ 1-ാം പ്രതിയാണെന്നും പിന്നീട് നിർമ്മാതാവ് എ. കെ. സുനിൽ, 6-ാം പ്രതിയായ ബിനു, ബഷീർ, കുട്ടൻ, നിവിൻ പോളി എന്നിവരാണെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. യൂറോപ്പിൽ കെയർ ഗൈവറായി ജോലി വാഗ്ദാനം ചെയ്തപ്പോഴാണ് പരാതിക്കാരി ശ്രേയയുമായി ബന്ധപ്പെട്ടത്. എന്നാൽ ജോലി നടക്കാതെ വന്നതോടെ പരാതിക്കാരി പണം തിരികെ ചോദിച്ചു. ആ സമയത്ത് ശ്രേയ തനിക്ക് ഒരു സിനിമയിൽ വേഷം വാഗ്ദാനം ചെയ്തു. 6 പ്രതികളും ഉൾപ്പെട്ട ഒന്നിലധികം സംഭവങ്ങളോടെ തന്നെ മയക്കുമരുന്ന് നൽകി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നുവെന്ന് പരാതിക്കാരി വ്യക്തമാക്കുന്നു. കഴിഞ്ഞ നവംബറിലാണ് ദുബായിൽ ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനെ തുടർന്ന് രൂപീകരിച്ച യൂണിറ്റായ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ SIT ശ്രദ്ധയിൽപ്പെടുത്തി യുവതി പരാതി നൽകി. തുടർന്ന് SIT ഉന്നുകൽ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്നാണ് കേസെടുത്തത്. അന്വേഷണം പുരോഗമിക്കുമ്പോൾ നിവിൻ പോളിക്കും മറ്റ് പ്രതികൾക്കുമെതിരെയുള്ള ആരോപണങ്ങൾ നിയമപരമായും വിനോദ വ്യവസായത്തിലും കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവാദം തുടരുന്നതിനിടെയാണ് കേസ്.